കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് തെരഞ്ഞെടുപ്പിൽ ഗുരുതര ക്രമക്കേട് നടന്നെന്ന് അന്വേഷണ റിപ്പോർട്ട്. ബാലറ്റ് പേപ്പറിൽ താളപ്പിഴകളും സുരക്ഷാ വീഴ്ചകളുമെന്ന് കണ്ടെത്തൽ. സാറ്റലൈറ്റ് ക്യാമ്പസുകളിലെ തെരഞ്ഞെടുപ്പും ചട്ടവിരുദ്ധമെന്നും വൈസ് ചാൻസലർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്താനുള്ള വിസിയുടെ നടപടികൾ ശരിയെന്നും റിപ്പോർട്ടിലുണ്ട്. മുഹമ്മദ് ചേരുന്നുണ്ട്. സലാം, എന്തൊക്കെ ക്രമക്കേടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്? പ്രധാനമായും ഈ ബാലറ്റ് പേപ്പറിൽ സീരിയൽ നമ്പർ ഇല്ലാത്തതായിരുന്നു വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിരുന്നത്. അത് കാലിക്കറ്റ് സർവകലാശാല പ്രസിലാണ് ഈ തെരഞ്ഞെടുപ്പ് ബാലറ്റ് അച്ചടിച്ചത്. ആ സമയത്ത് നിയമപ്രകാരമുള്ള ബാലറ്റ് തന്നെയാണ് അച്ചടിച്ചത്. എന്നാൽ പിന്നീട് റിട്ടേണിംഗ് ഓഫീസർമാർ ഇടപെട്ടാണ് ഈ രീതിയിലുള്ള ഒരു ക്രമക്കേട് നടത്തിയത്. സീരിയൽ നമ്പർ ഇല്ലാത്ത ബാലറ്റ് പേപ്പറാണ് പിന്നീട് അച്ചടിച്ച് നൽകിയത്. ഈ കാര്യമാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയുന്നത്. കൂടാതെ ചട്ടവിരുദ്ധമായിട്ട് തന്നെയാണ് സാറ്റലൈറ്റ് ക്യാമ്പസുകളിലെ തെരഞ്ഞെടുപ്പ് നടത്തിയത്. ആ ഒരു സാഹചര്യത്തിൽ ഈ സാറ്റലൈറ്റ് ക്യാമ്പസുകളുടെ തെരഞ്ഞെടുപ്പ് കൂടി റദ്ദാക്കാനുള്ള ഒരു ശ്രമം വിസിയുടെ ഭാഗത്തുണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കാലിക്കറ്റ് സർവകലാശാല കഴിഞ്ഞ ഒക്ടോബർ 10 നടന്ന കാലിക്കറ്റ് സർവകലാശാല ഡിപ്പാർട്ട്മെന്റ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ക്രമക്കേട് ഉണ്ടായി എന്ന് തന്നെയാണ് ഈ അന്വേഷണ കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത്. സർവകലാശാലയിലെ സീനിയർ അധ്യാപകരാണ് അന്വേഷണ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഈ റിപ്പോർട്ട് ഇപ്പോൾ ബിസിക്ക് കൈമാറിയിട്ടുണ്ട്. ഏതായാലും ഈ ഒക്ടോബർ 10 നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനിടെ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടായിരുന്നു. ആ സംഘർഷത്തിനിടയാക്കിയ കാരണങ്ങൾ റിട്ടേണിംഗ് ഓഫീസറുടെ സീലില്ലാതെ ബാലറ്റ് പേപ്പർ നൽകി. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതൊക്കെ തന്നെ ശരിവെച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ അധ്യാപകരെ അന്വേഷണ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നും ബിസിക്ക് സമർപ്പിച്ചിരിക്കുന്നത് തന്നെ.